പാലാഴിത്തിരമാല നാലുപുറവും തട്ടിക്കുലുക്കുമ്പോഴും വേലപ്പെണ്ണടി രണ്ടു മാർത്ത കുതുകും മെല്ലെത്തലോടുമ്പോഴും പാലിക്കാൻ അമരർഷിമാർ സ്തുതികഥാഗീതം പൊഴിക്കുമ്പോഴും ചാലിൽ ചാഞ്ഞു കിടന്നുറങ്ങും ഉടയോനേകട്ടെ ഉത്തേജനം. അദ്ദേഹം പത്മനാഭസ്വാമി ഇങ്ങനെ പകുതി മയക്കത്തിൽ കാര്യം കേട്ടി ചലിക്കുന്ന ചില്ലി കൊണ്ടു ചരാചരങ്ങളെയെല്ലാം ചലച്ചിത്രം സിനിമയിൽ കാറ്റും ബ്രഹ്മാവോ. ഈ കാണുന്നതേ ഈശ്വരൻ മാത്രമേ സത്യമുള്ളൂ. ഈ പ്രപഞ്ചം എന്നുള്ളത് ഇല്ലാത്തതാണ്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബയസി ഭൂതലേ. നമ്മൾ വിചാരിക്കും ഇപ്പം കൃഷി ചെയ്യാം, കൃഷി ചെയ്യാം, ഞാൻ തന്നെ കൃഷി ചെയ്യുള്ളൂ, വേറെ ആരും കൂട്ടില്ല, കൃഷി ചെയ്തു എല്ലാം വിട്ട് ഒരു കാറ്റ് വന്നു, എല്ലാം നിരപ്പായി. നിരപ്പെന്നൊരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, നിരപ്പായി. എൻ്റെ കഴിവ് കൊണ്ട് എല്ലാം നട്ടു, എല്ലാം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് വിട്ടു, വാഴ നട്ടു, അത് വിട്ടു, ഇത് വിട്ടു, കൃഷി ചെയ്തു. എന്നിട്ട് അവസാനം എന്ത് കഴിവ്? ഒരാൾക്ക് പോലും, ഒരാൾക്ക് ഒരു കൂലിപ്പണിക്കാരന്, അല്ലെങ്കിൽ ഞാനും കൂലിപ്പണിക്കാരൻ തന്നെ, എനിക്ക് പറയാനൊരു അഭിമാനത്തുള്ളൂ. മഹാദേവൻ്റെ കൂലിപ്പണിക്കാരാണ് നമ്മളെല്ലാവരും, കൂലിപ്പണിക്കാർ തന്നെയാണ്. അതിന് പറയാൻ സംശയമൊന്നുമില്ല. കൂലിപ്പണിക്കാരെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. കൊടുക്കാതെ ഇഷ്ടം പോലെ സ്വത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഞാൻ തന്നെ കൃഷി ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? കൊടുങ്കാറ്റ് വന്നു, എല്ലാം നശിച്ചു. എന്തിനതിന് പോകണം? ഒരു 10 പേർക്ക് ഒരു തൊഴിൽ കൊടുക്കൂ, 10 പേർക്കൊരു ആവാസ വ്യവസ്ഥ നിലനിൽക്കാവുന്ന രീതിയിൽ അവർക്കും കൂടെ ഒന്ന് സഹകരിക്കൂ, അവർക്കും കൂടെ ദക്ഷിണ കൊടുത്ത്, അവർക്കും കൂടെ അധ്വാനിക്കുന്ന ഫലം അനുസരിച്ച് ചെയ്തു നോക്കൂ. ഒരു വാഴ പോലും മറയില്ല, ഒരു റബ്ബർ പോലും മറയില്ല, ഒരു തെങ്ങ് പോലും മറയില്ല, ഒരു പ്ലാവ് പോലും മറയില്ല. സ്വാർത്ഥത എവിടെ നിലനിൽക്കുന്നോ അവിടെ മുഴുവനും അടിയേക്കും. നിസ്വാർത്ഥമായി സേവനം ചെയ്തതായ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചാലും നന്ദി ചെയ്ത വാഗമരം ഉറച്ചു നിന്നല്ലോ എന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിച്ചതാണ് കാറ്റും മഴയിൽ വന്നപ്പോൾ. അപ്പോൾ ഒരു മൺകട്ടയ്ക്ക് പോലും ഒരു ഈശ്വര ചൈതന്യത്തെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമ്പോൾ, സ്നേഹം കൂട്ടുണ്ടെങ്കിൽ ഒരു മൺകട്ടയും കരിയിലും നമ്മൾ കൂട്ടാമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യുന്നറിയാമോ? കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? മൺകട്ടയുടെ മുകളിലേക്ക് മഴ പെയ്തു തുടങ്ങുമ്പോൾ കരിയില പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കരിയില പറന്നു പോവുകയില്ല, മൺകട്ട നനഞ്ഞു കുടിരുകയില്ല. അതാണ് സ്നേഹബന്ധത്തിൻ്റെ പ്രത്യേകത. ഒരു മൺകട്ടയും ഒരു പുറ്റുമണ്ണിൻ്റെയും അല്ലെങ്കിൽ ഒരു പുറ്റിൻ്റെയും കരിയിലയും പോലെ ആയിരിക്കണം നമ്മൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മഴ ഒരുപാട് പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണെന്ത് ചെയ്യും? കുതിർന്നു പോകും. അപ്പോൾ കുതിർന്ന് പോകുമ്പോൾ രക്ഷിക്കാനായിക്കൊണ്ട് കൂട്ടുകാരനായ ഇപ്പോൾ കണ്ട ഒരു ആശയാട്ടോ, ഇവിടുത്തെ കരിയിലയും മണ്ണും കണ്ടു തോന്നിയ ആശയാണ്. അപ്പോൾ ഈ മൺകട്ടയുടെ മുകളിലേക്ക് കരിയില ഇരുന്നാൽ സംഭവിക്കും? അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കരിയിലയും രക്ഷപ്പെടും, തലപ്പുഞ്ചയിലെ മൺകട്ടയും രക്ഷപ്പെടും, തലപ്പുഞ്ചയിലെ തേക്കിൻ്റെ ഇലയും രക്ഷപ്പെടും. അപ്പോൾ ഇപ്പോൾ ഭഗവാൻ തോന്നിച്ച ആശയമാണ്. അപ്പോൾ ഗുശബ്ദസ്തു അന്ധകാരസ്യ രുശബ്ദസ്തു തന്നിരോധക. സംശയമൊന്നുമില്ല, എല്ലാം ഗുരുക്കന്മാരാണ്. ഇപ്പോൾ കണ്ടതായ മൺകട്ടയും ഇവിടെ കണ്ടതായ കരിയിലയും അല്ലെങ്കിൽ തേക്കിൻ്റെ ഇലയും ഗുരുനാഥന്മാരാണ്. എനിക്ക് പറയാൻ മടിയില്ല, ജീവനുള്ളത് മാത്രം ഗുരുനാഥനെ. അപ്പോൾ ലോകത്ത് മുഴുവൻ ഗുരുക്കളേ ഉള്ളൂ. ഇപ്പോൾ മഹാദേവൻ തോന്നിച്ച ആശയമാണ്. ഇതുവരെ ആരും പറയാത്തൊരാശയമാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഇവിടെ ഇരുന്നപ്പോൾ തോന്നിയതാണ്, ഇവിടെ ഇരുന്ന് മൊബൈൽ ഓൺ ചെയ്തപ്പോൾ തോന്നിയതാണ് ഈ ആശയം. അപ്പോൾ പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, പരസ്പരം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതായ കുടുംബം ആയ തലപ്പുഞ്ച മഹാദേവനായ കൈലാസവാസിയായ തലപ്പുഞ്ച മഹാദേവന് സാധിക്കുമെങ്കിൽ, സ്വന്തം ഭാര്യയെയും കുട്ടികളെയും മടിയിൽ ഇരുത്തിക്കൊണ്ട് ലോകത്തെ മുഴുവനും സ്നേഹിക്കാൻ സാധിക്കുന്ന, അനുഗ്രഹിക്കാൻ സാധിക്കുമ്പോൾ, പണ്ട് ചിത്രകേതുവിന് പറ്റുപോലെ ആവരുത് കേട്ടോ, കളിയാക്കരുതെന്നർത്ഥം. മടിയിൽ കയറിയിരുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ശാപം കിട്ടിയിട്ടുണ്ട്, ശപിക്കേണ്ടി വന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനും എല്ലാത്തിനെയും നന്മ കാണാനും തന്നെയാണ് ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ കൊട്ടിയൂർ വസിക്കുന്നതായ മഹാദേവൻ, കൊട്ടിയൂർ പെരുമാൾ, ആര് നോക്കിയാലും, ഇനിയോ പളനി മുരുകൻ, എല്ലാവരും ഒന്നാണ്. മൂകാംബിക ദേവി ഒന്നാണ്. വേളാങ്കണ്ണി മാതാവ് ഒന്നാണ്. ഇനിയോ ഒറ്റ ചൈതന്യത്തിലേക്ക് അപ്പോൾ ഇന്നലെ പാരണമിടിയതായ മുസ്ലിം സഹോദരന്മാരെ ഒറ്റ ചൈതന്യത്തിലേക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ചൈതന്യവും ഒന്ന് തന്നെയാണ്. അതിന് സകല നിർഗുണ ഉപാസനകളോടെ എല്ലാവരും പറയുന്നത് ദാനത്തിൻ്റെ ധർമ്മത്തിൽ തന്നെയാണ്. ദാനധർമ്മം അമിതമാവരുന്നർത്ഥം. ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഫ്രീ ആയിട്ട് പ്രസാദം ഇട്ട് കൊടുക്കരുത്. ഒരു ക്ഷേത്രങ്ങളിൽ പോലും ഫ്രീ ആയിട്ട് പ്രസാദം ഇട്ട് കൊടുക്കരുത്. ഒരു തിരുവാതിര തൊട്ട് പോലും ഫ്രീ ആയിട്ട് കൊടുക്കരുത്. 5 രൂപയെങ്കിലും രസീത് ചെയ്ത് എന്തിനാണ് കൊടുക്കണേ? എന്തോരം കുട്ടികൾ, എന്തോരം ആൾക്കാർ 4 നേരം, നേരമാട്ടിന് 3 നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ലാത്ത ആൾക്കാരുണ്ട്. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഇതിനൊക്കെ ഉള്ള പ്രശ്നം. ഒരു പ്രസാദമൊട്ടും ഒരു അന്നദാനവും ഫ്രീ ആയിട്ട് കൊടുക്കരുത്. തിരുവാതിരയ്ക്ക് 5 രൂപയെങ്കിലും രസീത് വയ്ക്കുക.
അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ എന്ത് തന്നെ അറിയാം, ഇതിന് വിലയുണ്ടെന്ന് മനസ്സിലാവും. അവനവൻ കഴിച്ചതായ ഡിസ്പോസൽ പ്ലേറ്റും ഇതെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, വേസ്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ഞാനടക്കമുള്ളവർക്ക് തോന്നും. ഈ ഫ്രീ ആയിട്ട് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയാമോ, അത് അവർ തേച്ച് വെച്ചോളും, അല്ലെങ്കിൽ അവർ കഴിയിക്കോളും, അവരെവിടെങ്കിലും കൊണ്ടുവിട്ടോളും വിചാരിച്ച ക്ഷേത്ര പരിസരം പോലും നാറിപ്പറയും. മൺമറഞ്ഞായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തന്നെ തന്നെയാണ് പറയണത്. അദ്ദേഹം പറയുന്നു, ഒന്നും ക്ഷേത്രങ്ങളിൽ ഫ്രീ ആയിട്ട് കൊടുക്കരുത്, ഒരു സാധനവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഒരു വിലയില്ല. ഭഗവാൻ ഫ്രീ ആയിട്ട് അനുഗ്രഹിക്കില്ല, അത് അദ്ദേഹം പറഞ്ഞതാണ്. ഭഗവാൻ മൺമറഞ്ഞു പോയ ഭഗവാൻ ഫ്രീ ആയിട്ട് കൊടുക്കണം, ഒരു പ്രസാദമൊട്ടോ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കരുത്, രസീത് എഴുതിക്കൊള്ളുക, പൈസ മേടിച്ചോളുക. അപ്പോൾ അതിന് വിലയുണ്ടാവും. എന്നിട്ടോ പകുതി ഭക്ഷണം അവിടെ ഇട്ട് ഇച്ചിരി ആക്കി കളയേണ്ട അവസ്ഥ വരരുത്, അതാണ് പ്രത്യേകത. അന്നദാനം പ്രസാദത്തിന് രണ്ടും രണ്ടാണ്. അകത്ത് നേദിച്ചതായ വസ്തുക്കൾ 4 കറിയോടുകൂടി തന്നെ ഭഗവാൻ നേദിച്ചതായ വസ്തുക്കൾ തന്നെയാണ് മെഴുക്കുരുട്ടി, മുരവ് ചൂട്ടാൻ, ഇഞ്ചിത്തൈര്, ഓലൻ മുതലായ 4 കറിയുടെ പായസത്തോടുകൂടി അകത്ത് ഇലയിട്ട് പൂജയുടെ നേദ്യത്തിൻ്റെ സമയത്ത് നേദിച്ച് അതിനുശേഷം 2 ബഹുത്വേന ബഹുത്വ ശുദ്ധി എന്ന് പറയും, 2 2 കൂടുതൽ ബ്രാഹ്മണരെ എടുത്ത് കാലയിച്ച് കൂട്ടി ഈശ്വരരായിട്ട് സങ്കല്പിച്ച് ദക്ഷിണ നൽകി നമസ്കരിച്ച് ഉച്ചപൂജ കഴിയുമ്പോൾ ആ പ്രസാദം മുഴുവൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്തായി, അത് പ്രസാദകൂട്ടായി. മറ്റേത് എന്ത് ചെയ്യും, മറ്റേത് ഏതെങ്കിലും കാറ്ററിംഗുകാരോട് പറഞ്ഞു ഏൽപ്പിച്ചു, നമുക്ക് അധ്വാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ കൊണ്ടുവന്നിട്ടു ഒരു പടച്ചോറിൻ്റെയോ അല്ലെങ്കിൽ 2 പൂവോ അതിൽ കൊണ്ടിട്ട് അത് എന്തായിത്തീരുന്നു, അത് അന്നദാനം മാത്രമേ ആവുള്ളൂ. ഒരു വിളക്ക് കത്തിച്ച് വെച്ചത് അവിടെ ഒരു ഇലയിൽ വിളമ്പി എല്ലാ കൂട്ടങ്ങളും വിളമ്പി അത് അവിടെ ആകുമ്പോൾ അന്നദാനം ആവുള്ളൂ. അത് അന്നദാനത്തിൻ്റെ കുഴപ്പം അതാണ്. അന്നദാനത്തിനകത്ത് പലതും ഉപയോഗിക്കേണ്ടത്, ഉള്ളി ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ മസാല ഉപയോഗിക്കേണ്ടത്, എല്ലാം ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും വേണ്ട. പഴയ കാലത്ത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഉണക്കച്ചോറ് അകത്ത് വയ്ക്കും, മുരവ് ചൂട്ടാനും വയ്ക്കും, ഉപ്പും മോരും. ഉച്ചപൂജ കഴിഞ്ഞിട്ട് രാവിലെ ഒന്നും അന്നത്തെ കാലത്ത് ആഹാരം കഴിക്കില്ല. പണ്ട് ഇപ്പോഴാണ് ഈ ബ്രേക്ക് ഫാസ്റ്റ് വന്നത്. പണ്ട് 10:30 മണിക്ക് ഊണ് കഴിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആരോഗ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. 10-11 മണിയോട് മിഷ്ടാന്നമായിട്ട് ഭക്ഷണം കഴിക്കുക, ഊണ് കഴിക്കുക. ഉണക്കച്ചോറ് കൂട്ടി കുഴച്ച് മോരും കൂട്ടി കുഴച്ച് കഴിക്കുന്നതിൻ്റെ സുഖമില്ല. പ്രകാശേട്ടൻ ഒരു ദിവസം, എൻ്റെ ചേട്ടൻ ഇരിങ്ങോളിന്ന് പെൻഷനായ അദ്ദേഹം, തിരുവാങ്കുരദാസൻ, അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞാൻ ചോദിച്ചു, അവിടെ ചെന്ന് സഹായിക്കാൻ വേണ്ടി അത്യാവശ്യത്തിന് ഉച്ചപൂജയ്ക്ക് സഹായിക്കേണ്ടി വന്നു, നവകം പൂജിക്കേണ്ടി വന്നു. അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ ഏട്ടൻ സകലം കടുംപായസവും ചില ഉണക്കച്ചോറും ചോദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും, ഇനിയും കഴിച്ചോടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാക്കിൽ മറക്കാൻ സാധിക്കില്ല. ജിതം സർവം ജിതേ രസേ, നാവിനെ 2 അർത്ഥത്തിലും ജയിക്കണം എന്നർത്ഥം. കൊതിലൽപ്പം കൊതിൽപൂരി ഭുഞ്ജന്യം സാധുവാ. സാധു അല്ലെങ്കിൽ അസുഖം. ഒരു പ്രസാദത്തിനെ കുറ്റം പറയരുത്, ഒരു വിളക്കുവെപ്പിനെ കുറ്റം പറയരുത്, ഒരു മേശാന്തിയോ കുറ്റം പറയരുത്, ഒരു മാലചാർത്തിനെയോ കുറ്റം പറയരുത്, ഒരു പൂവിനെയോ ചാർത്തിരിക്കുന്ന പൂവിനെയോ കുറ്റം പറയരുത്, ഒന്നിനെയും കുറ്റം പറയരുത്. കുറ്റം പറയാതിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നാമം ജപിക്കാൻ സാധിക്കും. ഞാൻ കുറ്റം പറയുന്നെങ്കിൽ ഒരാളെ ചൂണ്ടെങ്കിൽ 3 വിരലും എൻ്റെ നെഞ്ചത്തേക്കല്ലേ, ബാക്കി 1 വിരളെ മറ്റുള്ളവർക്കാവുന്നു. എന്തിനു കുറ്റം പറയണം? കുടുംബത്തിലും സമൂഹത്തിലും കുറ്റങ്ങളെ കണ്ടെത്തുകയും കുറ്റം പറയുന്നവരെയും വെറുക്കപ്പെടും, ഇറക്കി വിടേണ്ടി വരും, സംശയമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരെ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആരാണ്? സമൂഹത്തിലും അതുപോലെ തന്നെ. രാഷ്ട്രീയത്തിൽ നോക്കിക്കോളൂ, എന്തോരം കുറ്റങ്ങളും കുറവുകൾക്ക് ശേഷമാണ് ഒരു ഭരണം തന്നെ തിരിച്ചു വരാൻ സാധിക്കുന്നത്. അപ്പം പൂർണ്ണമത പൂർണ്ണമതം പൂർണ്ണമതായ പൂർണ്ണമേവ അവശിഷ്ടത. പരിപൂർണത എല്ലാ ചൈതന്യമായ ഒറ്റ ചൈതന്യമായ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ മാറി വരുന്നതായ കാലാവസ്ഥകൾ ഒക്കെ, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സ്ലിപ്പാണ് എല്ലാ സ്ഥലത്തും, വളരെ അപകടങ്ങളുണ്ട്. ഇനി മേലാൽ സൂക്ഷിച്ച് വണ്ടി എല്ലാവർക്കും ഓടിക്കാൻ സാധിക്കട്ടെ. റോഡ് മുഴുവൻ സ്ലിപ്പാണ്. അപ്പോൾ വണ്ടിയുടെ ടയറും കട്ടയൊക്കെ കുറവായിരിക്കും. അപ്പം വളരെ ശ്രദ്ധിച്ച് മാത്രം, ഒരു ധൃതിയില്ല, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കട്ടെ. ഈ നിമിഷം മുതൽ ഒരു മുട്ടോ തട്ടോ ഒരപകടമോ ലോകത്ത് കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തലപ്പുഞ്ച മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് 100% ഉറപ്പ് നൽകുകയാണ്. എല്ലാവർക്കും നല്ലൊരു സൺഡേ ഞായറാഴ്ച നൽകുന്നു. ഇടവപ്പാതി ആശംസകൾ.